കത്തിക്കാളുന്ന ഗ്രീഷ്മത്തിലാണ് കഥ നടക്കുന്നത്. കാളുന്ന സൂര്യനെ സ്പർശിച്ച് നീലാകാശത്തിൽ തലയുയർത്തി നിൽക്കുന്ന മലയാളിയുടെ ചുവട്ടിലേക്ക് ഒരു ബുദ്ധഭിക്ഷു കടന്നു വന്നു. ആനന്ദൻ എന്നാണ് ആ ഭിക്ഷുവിന്റെ പേര്. നേരെ കിഴക്കേ പെരുവഴി വിട്ടുള്ളോരുപാതയോടെ ഇന്നു തന്നെ ആരോ നടന്നു കുഴഞ്ഞു വരുന്നുണ്ട്. ചാരത്തായാളൊരു ഭിക്ഷുവത്രേ. എന്തൊരു ചൂടാണ്! പൊണ്ണുന്ന വെയിൽ തന്നെ. ദാഹിച്ചു വയ്യ. അല്പം ജലം കിട്ടിയെങ്കിൽ. എന്തൊരു തണൽ, എന്തൊരു ആശ്വാസം! ആഹാ, ഒരു കിണറല്ലേ കാണുന്നത്. അല്പം ദാഹജലം കിട്ടിയെങ്കിൽ. എന്ത് ഭംഗിയുള്ള പക്ഷികൾ! അതങ്ങ് പോയില്ല. തൂമ തേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കിനി കോരി നേടിനാൾ. ഒരു സഹോദരിയാണല്ലോ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത്. അല്പം ദാഹിതം ചോദിക്കാം. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തന്നീരിതാശുനി ഓമലേ തരൂ. അയ്യോ, എന്താണിത്? അല്ലലെന്തു കഥ ഇതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. പാടില്ല, ഞാൻ അടുത്ത ജാതിക്കാരിയാണ്. ഞാൻ തൊട്ട വെള്ളം അമ്മയ്ക്ക് കുടിക്കാൻ തരില്ല. ഗ്രാമത്തിന് പുറത്തു വസിക്കുന്ന ചാമനായകന്റെ കിടാത്തിയാണ് ഞാൻ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നോ നീർനാമു വരണ്ടോ. ഭീതി വേണ്ട തരികടനിക്കു നീ. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലയാൾ തന്നെയാണവൾ കല്ലറിയിരുന്നല്ല. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലയാൾ തന്നെയാണവൾ കല്ലറിയിരുന്നല്ല. സഹോദരിയുടെ പേരെന്താണ്? മാതങ്കി. സഹോദരി മാതങ്കി, പൂർണ്ണാത്മകമായ ബുദ്ധിയുള്ളവർ. നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ധന്യയായി ഭഗവാനെ. നിർവാണ വിധി കണ്ട മഹാസിദ്ധൻ സർവലോകൈകവന്ദ്യൻ ദയാകുലൻ ഗർവാധീശൻ അനുഗ്രഹിക്കും നിന്നെ പൂർവചന്ദ്രവദനേ ഞാൻ പോകുന്നു. എന്തൊരു ദിവ്യമായ മുഖമായിരുന്നു അദ്ദേഹത്തിന്. എനിക്ക് ആ മുഖം മറക്കാൻ കഴിയുന്നില്ല. വിലയേറിയതെന്തോ കളഞ്ഞു പോയതുപോലെ തോന്നുകയാണ്.
മനസ്സിനെ വല്ലാതെ കുഴയ്ക്കുന്നു. ദൈവമേ, എന്റെ ഉള്ളിൽ പിടയ്ക്കുന്നു. എന്തു ചൈതന്യമായിരുന്നു ആ മുഖത്തിന്! മനസ്സിൽ നിന്നും മായുന്നില്ലല്ലോ. വല്ലാത്ത അസ്വസ്ഥത. എന്തു മധുരമായ ശബ്ദമായിരുന്നു അദ്ദേഹത്തിന്! ഒരു സമാധാന ദൂതനെ പോലെ. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? മനസ്സിൽ അടങ്ങുക. ഞാനാര്, അദ്ദേഹമാര്? ഇനിയും എനിക്കിവിടെ നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം പോയ വഴിയിലൂടെ ഞാൻ പോവുകയാണ്. ഞാൻ ജനിച്ചു വളർന്ന കുടിലിൽ എനിക്ക് ഇന്ന് വരെ അഭയവും ആശ്രയവും തന്ന എന്റെ മൺകുടിലെ നിന്നോട് ഞാൻ യാത്ര ചോദിക്കുന്നു. ഇനി ഞാൻ തിരിച്ചു വരില്ല. ഇത് അദ്ദേഹത്തിന്റെ പാദമുദ്രയാണല്ലോ. യതിപുങ്കവന്റെ വഴി തുടർന്നീ മതിമുഖി പോകയാം തർക്കമീ. എന്ത് സുന്ദരമായ സ്ഥലം! ഇത് ബുദ്ധ ഭഗവാന്റെ ആശ്രമമാണെന്ന് തോന്നുന്നല്ലോ. അങ്ങ് അകലെയുള്ള ഒരു ഗ്രാമത്തിലെ കണ്ണിനെയാണ് തീർത്ഥയാത്രക്കിടയിൽ നടന്നു തളർന്നത് നാഗജലത്തിനായി യാചിച്ചപ്പോൾ അയുദ്ധത്തിന്റെ നൂലാൽ ബന്ധിതയായ ഈ കന്യക ദൂരത്താൽ മാറി നിന്നു. പിന്നീട് നാഗജലം നൽകി എന്റെ ക്ഷീണം കെട്ടി യാത്രയാക്കുകയും ചെയ്തു. എല്ലാം നാം അറിയുന്നു വത്സ. മക്കളെ, നീ പോന്നതു ഭംഗിയായി സകലമറിഞ്ഞു നാം കാര്യം ഭദ്രേ. അനഘനാനന്ദനു തണ്ണീർ നൽകി കനിമാർന്നു വസേ നീ ദാഹം തീർത്തു. ജനിമരണാർത്തിതമാകും തൃഷ്ണയിനെ നിനക്കുണ്ടാകാതാക്കുകയാവൂ. അവളുടെ ഭാവമറിഞ്ഞു പിന്നെ സുവിമല ധർമ്മോപദേശം ചെയ്തു. അവളെ തൻ ഭിക്ഷുകീ മന്ദിരത്തിൽ നിവസിച്ചു കൊള്ളുവാനും ആജ്ഞാപിച്ചു. അറിഞ്ഞില്ലെന്നുണ്ടോ ബുദ്ധഭഗവാന്റെയും അനാചാര്യങ്ങളെ? എന്താണ് ഭഗവാന്റെ ആശ്രമത്തിൽ ഒരു ചണ്ഡാലസ്ത്രീ പ്രവേശിച്ചിരിക്കുന്നു. ശിവശിവ, എന്താണ് ഈ കേൾക്കുന്നത്? അതും ബുദ്ധഭഗവാന്റെ ആശ്രമത്തിൽ? നേരോ അയിത്തോ വീട്ടിലൊന്നുമില്ലേ? നാം ഇന്നോളം ആചരിച്ചു പോകുന്ന നിഷ്ഠകളെല്ലാം ലംഘിക്കപ്പെടുകയാണോ? കാലങ്ങളായി എഴുതുന്ന പോകുന്ന അയത്താചാരം ഒരു ചണ്ടാലി കാരണം തടസ്സപ്പെടുകയാണോ? ശിവശിവ, ഇനി എന്തെല്ലാം നാശങ്ങളാണ് വരാൻ പോകുന്നത്? ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. ആ ചണ്ടാലിയെ അടിച്ചു പുറത്താക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് മഹാരാജാവിനെ കാണാൻ പോകാം. പരിഹാരം എല്ലാം ഉണ്ടാവും നോക്കാം. മഹാരാജൻ ഒരു ബ്രാഹ്മണ ശേഷം അങ്ങനെ മോഹൻ എത്തിയിരിക്കുന്നു.
ബ്രഹ്മശ്രേഷ്ഠ, എന്താണെന്ന് പതിവില്ലാതെ ആഗമോദ്ദേശം പറഞ്ഞാൽ നാം എന്താണ് ചെയ്തു തരേണ്ടത്? മഹാരാജൻ ഒരു പരാതി ബോധിപ്പിക്കാൻ വന്നതാണ്. പരാതിയോ? എന്താണ് പറഞ്ഞാലും. ബുദ്ധഭഗവാന്റെ ആശ്രമത്തിൽ ഒരു ചണ്ടാല പെണ്ണിനെ പാർപ്പിച്ചിരിക്കുന്നു. എന്ത്? നേരോ? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാറ്റിൽ പറത്തി എല്ലാ കീഴടക്കങ്ങളും ലഭിച്ചിരിക്കുന്നു. അതും ചത്തനീക്കലും കുടുംബത്തിലും ശവം കാവലുമായി നടക്കുന്ന ഹീനജാതിക്കാരൻ കണ്ടാൽ അനക്കുന്ന ചാമനായകന്റെ മകളെ. എന്നാലും നാം എങ്ങനെ ബുദ്ധഭഗവാൻ ആജ്ഞാപിക്കും? മഹാരാജാവ്, മുനിമാരും അങ്ങയുടെ പ്രതികളാണ്. ആശ്രമ പരിസരത്തെ മരുന്നലിന്റെ ആളിലൊന്നും കലം തടയേണ്ടവരാണ്. അതുകൊണ്ട് എന്തിനു പഠിക്കണം? നാട് മുഴിയുന്നതിന് മുമ്പ് ആ ചണ്ടാലയെ പറഞ്ഞുവിടാൻ ആജ്ഞാപിച്ചാലും. മുനിമാര് പ്രതികാരം വേറെയാണ്, അങ്ങേക്ക് അറിയാമല്ലോ. മഹാരാജാവ്, ഈ നാട് ഭരിക്കുന്നത് അങ്ങാണ്. അങ്ങയെ അനുസരിക്കാത്ത ഒരു ഈശ്വരനും ഈ നാട്ടിൽ വേണ്ട. അങ്ങ് ശാന്തനായാൽ നാം ബുദ്ധഭഗവാനെ കണ്ട് കാര്യങ്ങൾ വിശദമാക്കാം. ആരവിടെ? പടത്തലവ, ഉടൻ തന്നെ ബുദ്ധഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യും. വേഗം. ഭഗവാൻ അത് പിന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി മഹാരാജൻ. അങ്ങനെ പ്രയാസം നാം മനസ്സിലാക്കുന്നു. മാതൃകയെ രോഗിയെ തവണയക്കണമെന്ന ആവശ്യത്തിനല്ലേ അന്ന് വന്നത്. മഹാരാജൻ, മനുഷ്യ രക്തത്തിൽ അസ്ഥിയിലും മജ്ജയിലും ജാതിഭേദം കാണുന്നില്ല. എല്ലാവരുടെയും ശരീരഘടന ഒന്നാണ്. ബ്രാഹ്മണനെ പോലെ തന്നെ ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് ഉരുവായതാണ് ചണ്ടാളൻ. എല്ലാവർക്കും അവയവങ്ങൾ ഒരുപോലെയാണ്. പിന്നെ എങ്ങനെയാണ് വീട് കാണാൻ കഴിയുക? ഭഗവാൻ, അങ്ങ് പറയുന്നത് സത്യമാണ്, തീർത്തും ശരി തന്നെ. പക്ഷേ അടിയന് ശങ്ക നിവർത്തിക്കേണ്ടത് അങ്ങയുടെ മുമ്പിലല്ലേ? അങ്ങ് അടിയന് സങ്കടതവൃത്തി ഉണ്ടാക്കിത്തരണം. സർവജ്ഞനല്ലോ ഭഗവാൻ. ധർമ്മധർമ്മത്തെ നിർവചിക്കേണ്ടത് അവിടുന്നല്ലേ? മഹാരാജൻ, നെല്ലിട്ട് ചുറ്റും നടക്കുന്ന കളയുള്ള ചണ്ടാളൻ. സത്യധർമ്മങ്ങൾക്കെതിരാണ് ശാസ്ത്രമെങ്കിൽ അത് തിരുത്തുക മഹാരാജൻ. ഇന്നലെ ചെയ്ത അബദ്ധം ഇന്നത്തെ ആചാരമായി വന്നേക്കാം. ചിലപ്പോൾ അത് നാളത്തെ ശാസ്ത്രമായി വരാം. അറിഞ്ഞുകൊണ്ട് അതെല്ലാം അനുവദിക്കരുത് മഹാരാജൻ. ഭഗവാൻ, അവിടുന്ന് നമ്മുടെ കണ്ണുകൾ തുറപ്പിച്ചു. ഇവിടെ മനുഷ്യരെല്ലാം ഒന്നാണെന്ന സത്യം നാം തിരിച്ചറിയുന്നു. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹത്താനാനന്ദമാക്കും. സ്നേഹകായകനായ കുമാരനാശാൻ ഉച്ച നീചത്വങ്ങളുടെ വേലിയേറ്റക്കെടുതിയിൽ നിന്ന് നാടിനെ രക്ഷിച്ച് സാമൂഹിക പരിവർത്തനങ്ങൾക്ക് സ്വന്തം കൃതികളിലൂടെ ഊർജം പകർന്നു നൽകിയ കവി. മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ആശാൻ ആയുധമായി സ്വീകരിച്ചത് സ്നേഹമായിരുന്നു. ലോകം സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു. വളർച്ച നേടുന്നതും സ്നേഹത്തിൽ നിന്ന് തന്നെയാണ്. സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി.